ഇന്ന് നമുക്കൊരു ബീഫ് റോസ്റ്റും നെയ്ച്ചോറും ഉണ്ടാക്കാം. അതിന് ആദ്യം ബീഫ് വേവിക്കാൻ വെക്കാവേ. ഇത് രമ്പേല പിച്ച് ഞാൻ കുക്കറിലിടുക. കുക്കറിലിട്ടിട്ട് കഴുകി നല്ലോണം കഴുകി വെള്ളം വാലാൻ വെച്ചേക്കുന്ന ബീഫാണ് ഇത് വാരി കുക്കറിലോട്ടിട്ടിട്ട് കുക്കറിലിട്ട് എരിവുള്ള മുളക് പൊടി ഈ 1 ടേബിൾ സ്പൂൺ നല്ലോണം ഫുൾ എടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ടിട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിലിട്ട് ഇറച്ചിക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പ് ഇട്ട് കൈ കൊണ്ട് നല്ലോണം തിരുമ്മി ഇത് യോജിപ്പിക്കാം. ഇത് വെള്ളമൊന്നും ഒഴിക്കണ്ട. കുക്കർ അടച്ച് വെച്ച് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 3-4 വിസിൽ കേട്ടാൽ മതിയാവും. അന്നേരത്തെ നമ്മുടെ ബീഫ് അപ്പുറത്ത് അടുപ്പിൽ വേവാൻ വെച്ചിട്ടുണ്ട്. കണ്ടോ, ബീഫ് ഒരു കുക്കറിൽ വേവാൻ വെച്ചിരിക്കുക. ആ സമയത്ത് നമുക്ക് ചോറ് വെക്കാനുള്ള നെയ്ച്ചോറാണ്, അതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങാം. അപ്പം ഒരു 1.25 ടീസ്പൂൺ നെയ്യ് ചൂടാകാൻ വെച്ച കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഹോൾ സ്പൈസസ് ഒരു ബേ ലീഫ്, ഒരു 2 ചെറിയ കഷ്ണം പട്ട, പിന്നെ 2-3 ഗ്രാമ്പു, 2 ഏലക്ക, 1 നുള്ള് പെരിഞ്ചീരകം, 2-3 കുരുമുളക്, പിന്നെ നമ്മുടെ മറ്റേ പൂ പോലെ ഇരിക്കുന്നൊരു സംഭവമില്ലേ, തക്കോലോ എന്തോ അതിൻ്റെ പേര്, അതിൻ്റെ 2-3 ഇതൾ അടത്തിയെടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഈ ചൂടായ നെയ്യിലോട്ട് ഇട്ട് കൊടുക്കുക. എന്താ ചൂടായ നെയ്യിൽ അത് ഇട്ടപ്പോഴത്തേനും അത് പൊട്ടുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്, അതുകൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഒരുപാട് ഇട്ടങ്ങ് വഴറ്റണ്ട. ഞാൻ കാരണം ഈ സവാളയുടെ കളറ് മാറിയ നമ്മുടെ ചോറിൻ്റെയും കളറ് മാറും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മാത്രം മതി. അതിലേക്ക് ഒരു 3-4 വെള്ളം കുറച്ച് അരി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. ആ അരി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ടൊന്ന് വറുത്തെടുക്കണം. അരിയുടെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു രമ്പയിലയും പിച്ചിയെടുത്ത് വെച്ചിട്ടുണ്ട്. ആ രമ്പയിലയും അരിയും കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പിന്നെ അരിയും സവാളയും സ്പൈസസും രമ്പയിലയും എല്ലാം കൂടെ ഞാനൊന്ന് ഈ എണ്ണയിലൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് അരി വേകാനുള്ള വെള്ളം എന്ന് പറയുമ്പോൾ ഇത് 2.5 ഗ്ലാസ് അരിയുണ്ട്. ആ അരി അളന്ന അതേ ഗ്ലാസ്സിന് തന്നെ ഒരു 5 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ആ വെള്ളം ഇതിലോട്ട് ഒഴിക്കുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് ഒറ്റ വിസിൽ കേട്ടാൽ മതി, നെയ്ച്ചോറ് റെഡിയാവും. ഇതാണ് എളുപ്പത്തിലുള്ളൊരു നെയ്ച്ചോറ്. അപ്പോൾ അതേ നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്. ഒറ്റ വിസിൽ കേട്ടപ്പോൾ ചോറ് റെഡിയായി. അത് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആ അടുപ്പിലേക്ക് പരിപ്പ് കറിക്ക് വേണ്ടി പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പരിപ്പ്
പിന്നെ ഒരു സവാളയും 3 പച്ചമുളകും കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചേക്കുവാണ്. പിന്നെ ബീഫ് ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നു. ബീഫിന് 5 വിസിലായിട്ടുണ്ട്. അപ്പം ഞാൻ ബീഫിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തു. ബീഫ് റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു 3 സവാള, മീഡിയം ചെറിയ സവാളയായിരുന്നു, അത് 3 അരിഞ്ഞു വെച്ചിട്ടുണ്ട്, സ്ലൈസ് ചെയ്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5-7 വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ച്, ഒരുപാട് ചതച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10-20 ചുമന്നുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു 6 പച്ചമുളക് നെടുകെ പിളർന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, 3 തണ്ട് കറിവേപ്പിലയുണ്ട്. പച്ചമുളക് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായ കറിവേപ്പിലയാണ്, പച്ചമുളകാണ്. അത് എരിവില്ലാത്ത, തീരെ എരിവില്ലാത്ത പച്ചമുളകാണ്. അപ്പം അത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം ബീഫ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ചട്ടി ചൂടായിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. സവാള ഇട്ടൊന്ന് ഇളക്കണം, നല്ലോണം ഒന്ന് ഇളക്കണം. ഒരുപാട് നേരം ഇട്ടങ്ങ് വഴറ്റേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് അറിയാമല്ലോ, ആവശ്യത്തിനൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടാണ് വേവിച്ചത്, എന്നാലും ഈ സവാള ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഒരല്പം ഉപ്പ് ഇതിലേക്ക് ചേർക്കാം. അല്പമേ ചേർക്കാവുള്ളൂ, കൂടിപ്പോയിട്ടുണ്ട് ഉപ്പ് കൂടും. പിന്നെ നമുക്ക് ഉപ്പ് പാകം അല്ലെങ്കിൽ അവസാനം വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഉപ്പ് മതിയാവും. ഇപ്പം സവാള ജസ്റ്റ് ഒന്ന് വഴന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് പറയുമ്പോൾ, ഇതൊക്കെ ഒന്ന് ബീഫുമായിട്ട് വേകണം. വേകുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ബീഫിനകത്ത് പിടിക്കത്തുള്ളൂ. വഴന്ന് അങ്ങ് മൊത്തം വെന്തിട്ട് പിന്നെ നമ്മൾ ബീഫ് ഇടുമ്പം ബീഫിനകത്ത് ഇതിൻ്റെ അത്രയ്ക്ക് ഫ്ലേവർ നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും കൂടി ഇട്ട് കൊടുക്കാം. അതും ഇട്ട് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. സെൻറ്ററിലൊരു കുഴിവുണ്ടാക്കണേ. അതിനാണെന്നറിയാമോ, പൊടി മൂപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കുഴിവുണ്ടാക്കിയിട്ട് പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി,
ഈ ഒരു സ്പൂണിന് 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ബീഫ് വേവിക്കാൻ നേരം മഞ്ഞളും മുളക് പൊടി ഇട്ടിട്ടാണ് നമ്മൾ വേവിച്ചത്. അതുകൊണ്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇടുന്നുള്ളേ. അതുപോലെ മുളക് പൊടിയും ഒരു ഇത്ര എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പൂണിന് ഫുള്ള് മുളക് പൊടി ചേർത്താണ് വേവിച്ചത്. അപ്പോൾ ഒരു ഇച്ചിരി മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അത് നല്ലോണം അങ്ങ് ഇളക്കി ഈ ഉള്ളിയും ഈ പൊടികളും എല്ലാം കൂടി ഒരുമിച്ച് യോജിപ്പിച്ച് നല്ലോണം ഇളക്കി അതിൻ്റെ പച്ച മണമൊന്ന് മാറ്റിയെടുക്കാം. മസാലകളൊന്നും നമ്മൾ അധികം ചേർക്കുന്നില്ല, വേറൊന്നും കൊണ്ടല്ല. ഈ ബീഫിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. മസാലയുടെ കുത്തലിങ്ങനെ മുമ്പേ നിൽക്കും. അതുകൊണ്ട് റോസ്റ്റ് ആയതുകൊണ്ട്, കറിയല്ലല്ലോ, റോസ്റ്റ് ആയതുകൊണ്ട്, ഡ്രൈ റോസ്റ്റ് അല്ല, അതുകൊണ്ട് ഗ്രേവിയോട് കൂടിയുള്ളൊരു റോസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ അധികം മസാല ചേർത്തിട്ടില്ല, കുറച്ചേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് നമുക്ക് ഇതിലോട്ട് തട്ടിക്കൊടുക്കാം. ബീഫ് വെന്ത് ബീഫിനകത്തുള്ള വെള്ളം മൊത്തം ഇറങ്ങിയിട്ടുണ്ട്. ആ വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് തട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വറ്റട്ടെ. ഓൾറെഡി 3/4 ഭാഗവും വെന്തതാണ്, 3/4 ഭാഗത്തിന് മേളിൽ തന്നെ ബീഫ് വെന്തതാണ്. അപ്പോൾ ഈ വെള്ളം വറ്റുമ്പോൾ ഇച്ചിരി കുറച്ചുകൂടെ ഒന്ന് വേവും. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വേവും. ഈ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, സവാള, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ ഒരുമിച്ച് വേവുമ്പോൾ എല്ലാ ഫ്ലേവറും ഇതിനകത്ത് കിട്ടും, ബീഫിന് കിട്ടും. അതുകൊണ്ടാണ് അടച്ച് വെച്ച് തന്നെ നമുക്ക് വേവിക്കാം. ഒരു പച്ചത്തക്കാളി, എനിക്ക് ഈ പച്ചത്തക്കാളി കറികളിലൊക്കെ ചേർക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതെൻ്റെ കൂട്ടുകാരിയുടെ വെജിറ്റബിൾ ഫാമിലുണ്ടായ പച്ചത്തക്കാളിയാണ്. അവളോട് പറഞ്ഞ് ഞാൻ പഴുത്തത് വേണ്ട, പച്ചത് മതിയെന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് വാങ്ങിച്ചതാണ്. അപ്പം ഈ തക്കാളി ഇങ്ങനെ ചെറുതാക്കി വെന്തുകൊണ്ടിരിക്കുന്ന ഈ ബീഫിലോട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് ഇളക്കി തക്കാളി എല്ലാം അടിയിലാക്കി വെച്ച് കൊടുക്കാം. തക്കാളി ഒന്ന് വേവട്ടെ, ഒരുപാട് വേവണ്ട, നമുക്ക് കഴിക്കാൻ കിട്ടണം തക്കാളി. അതിനാണ് ഞാൻ പകുതിക്ക് വെച്ച് തക്കാളി ഇട്ട് കൊടുത്തത്. തക്കാളി വെന്ത് ഒരു കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ട്. ആ സമയം കൂടെ നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. പിന്നെ അത് പരിപ്പ് കറിക്ക് ആവശ്യമുള്ള തേങ്ങ, ഒരു നുള്ളി പെരിഞ്ചീരകം, 2 ചുള വെളുത്തുള്ളി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇത്ര എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് നല്ലോണം അരച്ചെടുക്കാം പരിപ്പ് കറിക്ക് വേണ്ടി. പിന്നെ ഇത് ബീഫിലെ വെള്ളം ഒരു 3/4 ഭാഗത്തോളം വറ്റിയിട്ടുണ്ട്. ഇനി ഒരു 1/4 ഭാഗം കൂടെ വറ്റാനുള്ളൂ. അപ്പം ആ സമയത്ത് കുരുമുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ ഇല്ല, 1.25 കാണും, 1.25 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ മസാലപ്പൊടി ഗരം മസാലപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വെക്കുന്നതാണ്. അതും ഒരു 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഈ കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി നല്ല ഇളക്കിയെടുക്കണം.
ഈ സമയത്ത് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. എൻ്റെ ക്യാപ്സിക്കം ഇല്ല. മല്ലിയില ഇട്ട് കൊടുക്കാം, പക്ഷേ മല്ലിയില ഇല്ല, ക്യാപ്സിക്കം ഇല്ല. അപ്പോൾ ഇത് നല്ല ഇളക്കി, വെള്ളം ഒരുപാട് അങ്ങ് വറ്റിക്കുന്നില്ല, ഇച്ചിരി കുറച്ച് ഒന്ന് ക്രീമി ആയിട്ടിരിക്കണം. ഇച്ചിരി നേരം കൂടി ഒന്ന് അടച്ച് വെക്കാം. അന്നേരം എന്തേ ബീഫ് വെള്ളമൊക്കെ വറ്റി സെറ്റായിട്ടുണ്ട്. ഇനി ഒരുപാട് ഡ്രൈ ആക്കണ്ട, കാരണം നമുക്ക് ഈ ക്രീമി ആയിട്ടുള്ള പരുവത്തി വേണം. അതുകൊണ്ട് ഇനി ഡ്രൈ ആക്കുന്നില്ല. ഇനി ഞാനിതിനെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചേക്കുവാണേ. ഇതേ നമ്മുടെ പരിപ്പ് കറിക്കുള്ള അരപ്പ് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പരിപ്പ് ഞാൻ വേവിച്ചിട്ടുണ്ട്. അപ്പം ഈ കടലപ്പരിപ്പ് ആയതുകൊണ്ട് ഇത് നല്ലോണം വെന്ത് ഉടഞ്ഞിട്ടില്ല. അപ്പം ഞാൻ വെന്തിട്ടുണ്ട്, ഉടഞ്ഞു പോയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഇതൊന്ന് ഈ അരപ്പിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി, അങ്ങ് ഒത്തിരി പേസ്റ്റ് പോലെ ഒന്നും അരയ്ക്കണ്ട. അപ്പോൾ പരിപ്പ് കറി വെക്കാൻ വേണ്ടി ഞാനൊരു പാത്രം അടുപ്പിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരല്പം വെളിച്ചെണ്ണ, കടുക് പൊട്ടിക്കാൻ മാത്രം. ഒരു 2 നുള്ളു കടുക്. അപ്പോൾ കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് അരപ്പും പരിപ്പരപ്പും കൂടെ ചേർത്തുള്ള മിശ്രിതം അത് ഒഴിച്ചു കൊടുക്കാം. പരിപ്പ് മിശ്രിതം ഒഴിച്ച് ഒരല്പം വെള്ളം കൂടി ഞാൻ ഒഴിച്ചിരുന്നു. ജാറ് കഴുകി കുറച്ചുകൂടെ വെള്ളമുണ്ട്, അതുകൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ. ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പരിപ്പ് ഞാൻ ഉപ്പിടാതെയായിരുന്നു വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. ഇത് തിളയ്ക്കുമ്പോൾ കുറുകും കേട്ടോ, അതാണ് ഇങ്ങനെ ഞാൻ വെള്ളം അല്പം നീട്ടി ഒഴിച്ചത്. അപ്പം നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ഇന്ന് തിളച്ചോട്ടെ, തിളച്ചാൽ മാത്രം മതി. അപ്പം നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. അപ്പം ദേ നമ്മുടെ പരിപ്പ് കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഫൈനലി നമ്മുടെ നെയ്ച്ചോറും ബീഫ് റോസ്റ്റും പരിപ്പ് കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറ്, ബീഫ് റോസ്റ്റ്, പിന്നെ ദേ പരിപ്പ് കറി. ഇത് നമ്മുടെ സ്വന്തം അമ്പഴങ്ങ അച്ചാർ. നമ്മൾ കഴിക്കാൻ പോവുക. ഓക്കെ, താങ്ക് യു.